മെയിനായിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റുക എന്നതാണ്. അപ്പോൾ ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെ മാറ്റുന്നതിന് വളരെ എളുപ്പത്തിലുള്ള ഒരു സൊല്യൂഷനാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളെ മാറ്റണമെങ്കിൽ ആദ്യമായി നമ്മുടെ ഉള്ളിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എടുത്ത് കളയുക എന്നതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗ്ഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നെഗറ്റിവിറ്റി എങ്ങനെ കളയും? അതായത് കുറച്ച് മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് നെഗറ്റിവിറ്റി കളയാം. ഒന്നാമത്തത്, നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വരികയാണെങ്കിൽ വീട്ടിലോട്ട് പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഗേറ്റ് തുറന്ന് അകത്ത് കയറുന്നതിന് മുമ്പേ കാലും മുഖവും നന്നായിട്ടൊന്ന് കഴുകുക. അതിനുശേഷം മുഖം നല്ല ഫ്രഷായിട്ട് കഴുകി വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ച ശേഷം റോക്ക് സോൾട്ട് ഉണ്ടെങ്കിൽ, കല്ലുപ്പ് ഉണ്ടെങ്കിൽ ആ കല്ലുപ്പ് വെച്ചിട്ട് കൈ മുഖവും ആ ഒരു ചെറിയ വെള്ളത്തിൽ എന്ത് ചെയ്യാം, ചെറു ചൂട് വെള്ളത്തിൽ മുഖം ഒന്ന് ഫ്രഷായിട്ട് കഴുകാം. കൈയും കാലും, അതായത് മുഖത്ത് വാരി ഒഴിക്കണമെന്നല്ല പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് തുടച്ചു വിടാം. അതുപോലെ തന്നെ പിന്നെയും നമുക്ക് പല രീതിയിലുള്ള നെഗറ്റിവിറ്റീസ് ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും നമ്മളൊരു പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുന്നു, നമുക്ക് മണി കിട്ടുന്നു, കുറച്ചധികം മണി നമ്മുടെ കൈകളിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു കൈകളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിനെയൊക്കെ നമ്മുടെ കണ്ണുകൾ മറ്റുള്ളവർ ഭയങ്കര നെഗറ്റീവായിട്ടായിരിക്കും നോക്കിക്കാണുന്നത്. സോ അപ്പോൾ അതൊക്കെ മാറ്റണമെങ്കിൽ അവരുടെ ആ ഒരു നെഗറ്റിവിറ്റി നമ്മളിലേക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴിയണം, ഇവിടെ നിന്ന് ഇങ്ങനെയല്ല ഒഴിയേണ്ടത്, ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചിങ്ങനെ ഒഴിഞ്ഞിട്ട് കുറച്ച് റോക്ക് സോൾട്ട് എടുക്കുക. നമ്മൾ എന്താണോ, നമുക്ക് എന്ത് നെഗറ്റീവാണോ പോകേണ്ടത് ആ നെഗറ്റീവ് ഇങ്ങനെ 3 പ്രാവശ്യം തലയ്ക്ക് ഒഴിഞ്ഞ ശേഷം ബാക്കിൽ കളയുക. ഇതാണ് രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത്. മൂന്നാമത്തെ, നിങ്ങൾ കിടക്കുന്ന നിങ്ങളുടെ ബെഡ്റൂമിൽ അതുപോലെ തന്നെ അടഞ്ഞു കിടക്കുന്ന വീടുകളിലുമൊക്കെ നെഗറ്റീവ് എനർജി ഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൽ 1 കപ്പ് ഗ്രാമ്പൂ അതുപോലെ തന്നെ നമ്മൾ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു സൈഡിൽ ഏതെങ്കിലും ഒരു കോർണറിൽ വെക്കുന്നത് നല്ലതായിരിക്കും. നെഗറ്റീവിനെ അബ്സോർവ് ചെയ്തിട്ട് പോസിറ്റീവ് എനർജിയെ സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവ് സോൾട്ടിനുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടഞ്ഞു കിടക്കുന്ന വീടിലാണെങ്കിൽ നമ്മൾ റൂമൊക്കെ ഉണ്ടല്ലോ, മുറികളെല്ലാം തന്നെ തുറന്നിടുക, വായുസഞ്ചാര യോഗ്യമാക്കുക, സൂര്യപ്രകാശത്തിന് വെട്ടമടിപ്പിക്കുക. സൂര്യപ്രകാശം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, നമ്മളെ പോസിറ്റീവ് എനർജിയുടെ ഒരു പ്രതീകമാണ്. അണുക്കളെയൊക്കെ നശിപ്പിക്കും. അണുക്കളെന്ന് പറയുന്നത്, അതായത് ചുറ്റുപാടും വായുവിലുണ്ടാകുന്ന ഒത്തിരി അണുക്കൾ കാര്യങ്ങളുണ്ട്. സോ അപ്പോൾ ഇവയെ നശിപ്പിക്കുന്നതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒന്ന് തന്നെയാണ് സൂര്യപ്രകാശം അടിക്കുക. സൂര്യപ്രകാശം അടിക്കുന്ന വീടുകൾ എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കും. അപ്പോൾ അവിടെ നമുക്ക് ഇരിക്കുന്ന ആ വീട്ടിൽ നമുക്ക് കോട്ടുവായോ ഓവറായിട്ട് നമ്മൾ ഉറക്കക്ഷീണമോ കാര്യങ്ങളൊന്നും കാണത്തില്ല. നമ്മളും ഓൾറെഡി നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു അവസരമായിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ ഞാനിവിടെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കുറച്ച് മാഗ്നറ്റ് ആണ്. അപ്പോൾ ഈ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാന്തമാണ് അല്ലേ. അതായത് ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാന്തമാണ് കാണിക്കുന്നത്. ഈ ഒരു കാന്തം ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ ഒരു കാന്തമാണ്. ഇവിടെ കൂട്ടിൽ നിൽക്കുന്ന കുറേ കാന്തങ്ങളുണ്ട്. സോ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളെ വളരെ പെട്ടെന്ന് തന്നെ ആകർഷിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ കണ്ടോ, അതായത് നമ്മൾ കാന്തം പോലെ വളരെ പെട്ടെന്ന് നമുക്ക് ആകർഷിച്ച് നിർത്താനായിട്ട് സാധിക്കും. ഇതെല്ലാം ഇവരുടെ കൂടി ഇങ്ങനെയാവും. അതായത് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരെ എളുപ്പത്തിൽ മറ്റുള്ള ആൾക്കാർക്ക് ആകർഷിക്കുവാനും അവരുടെ കൂടെ കൂട്ടി നശിപ്പിക്കുവാനും എളുപ്പമാണ്. അപ്പം നമ്മൾ എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ നിൽക്കരുത്. ഒരാൾ തീരുമാനം പറയുമ്പോൾ ആ തീരുമാനം ആയിരിക്കരുത് നമ്മുടേത്. നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടായിരിക്കണം. ഇപ്പം ഈ ഒരാളുടെ തീരുമാനം ഇയാൾ എടുത്തു, അപ്പം ഇയാളുടെ ക്യാരക്ടർ തന്നെ ഇയാൾ ഫോളോ ചെയ്തു. വീണ്ടും അടുത്ത ഒരാൾ എന്ത് ചെയ്തു, ആ ഒരു ക്യാരക്ടർ എടുത്തു, അയാളും ഇത് ഫോളോ ചെയ്തു, ഇതും ഫോളോ ചെയ്തു. ഇയാളും അങ്ങോട്ടേക്ക് ചെയ്യില്ല, ആകർഷിക്കും. ഇയാളെ അങ്ങോട്ടേക്ക് ആവാനായിട്ട് ആകർഷിക്കും. പക്ഷേ ഇയാൾ അങ്ങോട്ട് ആകുന്നില്ല എങ്കിൽ, ഇയാൾ അങ്ങോട്ട് ആകാൻ താല്പര്യമില്ലെങ്കിൽ, ഇയാൾ മാറി നിൽക്കാൻ താല്പര്യമാണെങ്കിൽ മാറിപ്പോകാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതേപോലുള്ള കൂട്ടിൽപ്പെട്ട് എന്ത് ചെയ്യും, നമ്മൾ ചിന്നിച്ചെതറി 4 അവസ്ഥകളിലായിട്ട് മാറും. 4 അവസ്ഥയെന്ന് പറയുമ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ട് തകർന്ന് അതുപോലെ തന്നെ മണി ബ്ലോക്ക് ഉണ്ടായി ഇടയാക്കും. ഇനി ഒരു നെഗറ്റീവ് എനർജി നമുക്ക് ഉണ്ടാകാനുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് തന്നെയാണ്. നമ്മളെ ശരിയായിട്ടുള്ള മൈൻഡ് അല്ലെങ്കിൽ എന്തിനും ഏതിനും നെഗറ്റിവിറ്റി എന്ന രീതിയിലായിരിക്കും നമ്മൾ നിൽക്കുക. സോ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ ലൈഫിലുണ്ടാകുന്ന 2 പ്രശ്നങ്ങളാണ് നമ്മൾ പറയുന്നത്. സോ മണി ബ്ലോക്ക് ഉണ്ടാകുന്നതിനുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് നമുക്ക് നെഗറ്റിവിറ്റി ഉണ്ടാവുക. സോ അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി കളയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗമാണ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. സോ അപ്പോൾ മണി ബ്ലോക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് വർക്കാകുന്നില്ല എന്ന് പറയുന്നവരോടാണ് പറയുന്നത്, മാനിഫെസ്റ്റേഷൻ കംപ്ലീറ്റ് വർക്കാകണമെങ്കിൽ അത് പ്രോപ്പറായിട്ട് ചെയ്യണം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് 11 കാണുന്നുണ്ടോ, ഇനി 12 കാണുന്നുണ്ടോ, 0101 കാണുന്നുണ്ടോ, 22 കാണുന്നുണ്ടോ, ഡബിളിംഗ് നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂണിവേഴ്സ് നിങ്ങളെ ഒരു പാത്തിലേക്ക് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകും
പോവുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഈ ഞാൻ പറയുന്ന നമ്പേഴ്സ്, ഡബിളിംഗ് നമ്പേഴ്സ് എപ്പോഴെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ട് ഇടയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, സംതിങ് ഹാപ്പൻ ടു യുവർ ലൈഫ്. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വരാനുണ്ട്, അത് പോസിറ്റീവായിട്ടുള്ളൊരു സൈൻ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തെറ്റായിട്ടൊരു തീരുമാനം എടുക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് എന്താണ് ശരിയായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് എത്തുന്നില്ല എങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങൾ എടുത്തത് ഒരു തെറ്റായിട്ടുള്ള തീരുമാനമാണ്. പലപ്പോഴും നിങ്ങൾ ശ്രമിച്ചിട്ടും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു കാര്യം നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എടുത്തത് തെറ്റായിട്ടുള്ള തീരുമാനമാണ്. യൂണിവേഴ്സ് എപ്പോഴും ഒരു തെറ്റായിട്ടുള്ള തീരുമാനത്തിലേക്ക് ആരെയും കൊണ്ടെത്തിക്കില്ല, പോസിറ്റീവായിട്ടുള്ള തീരുമാനത്തിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുള്ളൂ. സോ മണി ബ്ലോക്ക് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. മണി ബ്ലോക്ക് മാറ്റുന്നതിന് സാധാരണ നമ്മൾ സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. സോൾട്ട് ട്രീറ്റ്മെൻറ്റ് വഴി മണി ബ്ലോക്ക് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ പല വഴികളിലൂടെ നമുക്ക് മണി ബ്ലോക്ക് മാറ്റാം. ഇത് ഈസി ആയിട്ടുള്ളൊരു ടെക്നിക്ക് കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ സന്ധ്യാസമയത്ത് നമ്മൾ പച്ചക്കർപ്പൂരം കത്തിക്കുന്നത്, ക്രിസ്ത്യൻസ് ആകുമ്പോഴത്തേക്കും മെഴുകുതിരി കത്തിക്കുന്നത് ഒക്കെ വളരെ നല്ലതായിരിക്കും. വീട്ടിൽ കുറച്ച് പോസിറ്റീവ് എനർജി. പിന്നെ അതുപോലെ തന്നെ അഗ്നി എന്ന് പറയുന്നത് എപ്പോഴും ശുദ്ധീകരണത്തിൻ്റെ ഒന്നാണ്. അപ്പോൾ നമ്മുടെ റൂമൊക്കെ ഫുള്ള് എന്താണ് ആ ഒരു വെളിച്ചത്തിൻ്റെ ഒരു പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നില്ല എന്ന് പറയുമ്പോൾ, മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നില്ലെങ്കിൽ ഞാൻ വേറൊരു വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഐഡിയ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് അടുത്ത വീഡിയോയിൽ, ആ ഐഡിയ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാനത് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഐഡിയ വേണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സിമ്പിൾ ട്രിക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇനി മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വർക്കാകണമെങ്കിൽ നിങ്ങൾ ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിന് നിങ്ങൾ അർഹനാണെങ്കിൽ മാത്രമേ അത് വർക്കാവുകയുള്ളൂ. അപ്പം അർഹനല്ലാതെ പല കാര്യങ്ങളിലോട്ടും നിങ്ങളുടെ ശ്രദ്ധ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മാനിഫെസ്റ്റേഷൻ വർക്കാവുകയില്ല. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് എപ്പോഴും എന്ത് ചെയ്യണം, പോസിറ്റീവ് മൈൻഡാക്കി നിങ്ങൾ നിർത്തുക. സോ ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ പ്രോപ്പറായിട്ട് ഏറ്റവും മാനിഫെസ്റ്റേഷനിലെ ഹയർ ലെവൽ ഓഫ് മാനിഫെസ്റ്റേഷൻ ട്രിക്ക് എന്ന് പറയുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ട്. സോ അതാണ് ഈ യൂണിക്കോൺ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ട് യൂണിക്കോൺ മാനിഫെസ്റ്റേഷൻ. ഈ ഒരു യൂണിക്കോൺ മാനിഫെസ്റ്റേഷനിൽ ഹീലിംഗ് എനർജിയും പല കാര്യങ്ങളും നമുക്ക് കടവും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉറപ്പാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന, അതുപോലെ തന്നെ നമ്മുടെ ഡിസയർ പൂർണ്ണമായിട്ടും ഒരു സക്സസ്സിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അത് തന്നെയാണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ യൂണിക്കോൺ മാനിഫെസ്റ്റേഷൻ, ഹയർ ലെവൽ ഓഫ് മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അടുത്ത തവണ നിങ്ങളുടെ ഡീറ്റെയിൽ എന്താണ്, നിങ്ങൾക്ക് എന്ത് പ്രോബ്ലമാണ് നിങ്ങൾ നിലവിൽ ഫേസ് ചെയ്യുന്നത്, ആ ഒരു പ്രോബ്ലത്തിന് നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതായിരിക്കും. സോ യൂണിക്കോൺ എന്ന് പറയുന്നത് നമ്മൾക്ക് കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാവരെയും വലിയ രീതിയിൽ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് യൂണിക്കോൺ. അപ്പം കുട്ടികൾ കുഞ്ഞുനാളിലേക്ക് പറയാറുണ്ട് എനിക്ക് യൂണിക്കോൺ വേണം, കാരണം അത് ഡിഫറെൻ്റ് ആണ്. കാരണം അതിലെ കളേഴ്സ് ആണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ണിനെ ആകർഷിക്കുന്ന ഒരു കളറാണ്. ഈ പല ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. പിന്നെ അവിടെ എന്താണ് ഒരു ഹൗസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളെ പെട്ടെന്ന് സഡനായിട്ട് ആകർഷിക്കും. സോ ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്നത് പല കാര്യങ്ങളുടെ ഒരു സിമ്പിൾസ് നമുക്ക് മാനിഫെസ്റ്റേഷനിൽ നൽകുന്നുണ്ട്. ഇനി ഈ അടുത്ത കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. മാനിഫെസ്റ്റ് ചെയ്യുക. പണ്ട് ഈ ഒരു സംഭവത്തിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നില്ല. മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് കൂടിയും അറിഞ്ഞുകൂടാത്ത ഒരു സമയമുണ്ടായിരുന്നു. സോ ഇപ്പോൾ മാനിഫെസ്റ്റ് പല ആൾക്കാരിലും, അതായത് റൊണാൾഡോ, മെസ്സി, അങ്ങനെ പല ആൾക്കാരിലൂടെയും അതെന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. പല ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്, അതായത് യൂട്യൂബർ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് മാനിഫെസ്റ്റ് ചെയ്തു, ഞാൻ അങ്ങനത്തെ കാര്യം എൻ്റെ മാരേജിനെ പറ്റി ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ആ ഒരു പ്രോപ്പറായിട്ട് നടന്നു എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ യൂട്യൂബിൽ ഇത്ര ആകണം, അതായത് എനിക്ക് നാളെ കൊണ്ട് എനിക്ക് എൻ്റെ യൂട്യൂബ് 1 മില്യൺ അടിക്കണം എന്ന് പറയുമ്പോൾ നടക്കുന്ന കാര്യമാണോ? അല്ല. അതായത് നിങ്ങൾക്ക് എന്താണോ അർഹതപ്പെടാൻ കഴിയുന്നത് അത് നിങ്ങൾ ആഗ്രഹിക്കുക. ആദ്യം ചെറുതിൽ നിന്ന്, നമ്മളിങ്ങനെ പറയത്തില്ലേ, ചെറുതിൽ നിന്ന് എന്ത് ചെയ്യുക, ഓരോന്നോരോന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ചെറുതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം നമുക്ക് എന്താണ് ബിഗ് അച്ചീവ്മെൻ്റ് ആയിട്ട് നമുക്കത് മാറ്റാൻ സാധിക്കും എന്നതാണ് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുന്നത്. അതായത് നമ്മുടെ തലച്ചോറിൻ്റെ ആ ഒരു ശേഷിയെ തന്നെ നമുക്ക് എന്താണ്, നമ്മുടെ മിഥ്യാധാരണയെ തന്നെ നമ്മൾ സത്യമാക്കി മാറ്റുന്ന ഒരു ലെവലാണ് നമ്മൾ മാനിഫെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് റിയാലിറ്റി അല്ലാത്ത കാര്യങ്ങളെ റിയൽ ലൈഫിലോട്ട് കൊണ്ടുപോകുന്ന അത് നമ്മൾ എന്താണ് അവിടെ ആസ്വദിക്കുന്നു. ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ, നിങ്ങൾ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ, ഇതുവരെയും നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളുക, നിങ്ങൾ മാനിഫെസ്റ്റിൽ കംപ്ലീറ്റ് ഒരു രീതിയിലേക്ക് എത്തുന്നു. നമ്മൾ കണ്ടിന്യൂസ് നമ്മുടെ കൈ ഉണ്ടല്ലോ, നമ്മുടെ വിരലുകൾ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ ആലോചിക്കുന്ന ഫേമസ് ആയിട്ടുള്ള പേഴ്സൺസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ ഇങ്ങനെ കൈ വെച്ചിട്ട് സംസാരിക്കുന്നവരുണ്ടായിരിക്കും, ഇവിടെ ഇങ്ങനെ കൈ വെച്ച് പിടിക്കുന്നവരുണ്ടായിരിക്കും.
ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് സംസാരിക്കുന്നവരുണ്ടായിരിക്കും. സോ ഇതൊക്കെ ഓരോരോ മുദ്രകളാണ്, നമുക്ക് ഹീൽ ചെയ്യുന്നത്, എനർജി ഹീൽ ചെയ്യുന്ന മുദ്രകളാണ്. നമ്മൾ നമ്മളിലെ തന്നെ പോസിറ്റീവ് എനർജിയും മറ്റൊന്നിലെ പോസിറ്റീവ് എനർജിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിടിച്ചെടുക്കാൻ സാധിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളിൽ പോസിറ്റീവ് എനർജി കൂടുതലുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുന്ന കുറേ മുദ്രകളുണ്ട്. സോ നെഗറ്റീവ് എനർജിയെ നമ്മൾ കളഞ്ഞുകൊണ്ട് പോസിറ്റീവ് എനർജിയെ നമ്മളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ആ ഒരു മുദ്രകൾ നമ്മളത് ട്രെയിൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പക്ഷേ നമ്മൾ ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞില്ലേ മാനിഫെസ്റ്റേഷനിൽ വർക്കാകുന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ വയ്യ എന്നൊക്കെ പറയുന്നവരോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ, സഡനായിട്ട് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ, സഡനായിട്ട് നിങ്ങൾക്ക് എന്താണ് നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം സഡനായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി, പെട്ടെന്ന് നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, ഇനി സഡനായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളെ സഡനായിട്ട് കാണുന്നെങ്കിൽ, ഒരു സ്വപ്നം കണ്ട ഒരു കാര്യം സഡനായിട്ട് വേറൊരിടത്ത് നടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിചാരിക്കുക ഇതെല്ലാം മാനിഫെസ്റ്റേഷൻ നിങ്ങളിലേക്ക് വർക്കാകുന്നു എന്നതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്, നിങ്ങളുടെ ശരീരം അതിനനുസരിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ പലരും പറയാറുണ്ട്, കുറേയധികം ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് പറയാറുണ്ട്. സ്ട്രഗിളിൽ നിന്നാണ് നമ്മൾ സക്സസ്സിലേക്ക് മാറുന്നത്. സ്ട്രഗിൾ ആൻഡ് സക്സസ് രണ്ടിൻ്റെയും സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? യെസ് തന്നെയാണ്. സോ സക്സസ് ആണ് നിങ്ങളുടെ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ സക്സസ്സിലേക്ക് നിങ്ങൾ പോവുക. അപ്പോൾ അടുത്ത വീഡിയോ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് മാനിഫെസ്റ്റേഷൻ ട്രിക്കാണ്. താല്പര്യമുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ടാറ്റാ.